ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഓണസദ്യയിലെ രണ്ട് പ്രധാന ഐറ്റമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സേമിയ പായസം, അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് പ്രഥമനുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ എടുക്കുമ്പോൾ നല്ലവണ്ണം കഴുകി, കറിയൊക്കെ വെക്കണ കുക്കറാണെങ്കിൽ നമ്മളൊന്ന് കുറച്ച് ചുടുവെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് വൃത്തിയാക്കിയ കുക്കർ തന്നെ എടുക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആ നെയ്യിലേക്ക് തന്നെ ഞാൻ സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് അരക്കപ്പ് ചേർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സൗവരി ഒന്ന് അരമണിക്കൂർ കുതിർത്തിയത് അതും പാടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും പാടെ കേട്ടോ, വറുത്ത സേമിയാണെങ്കിലും പാടെ നമ്മൾ ഒന്നും പാടെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 2.5 കപ്പ് പാലാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പായസത്തിന് മധുരത്തിന് ആവശ്യത്തിനായിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാരയും പാടെ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ദാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് തന്നെ സേമിയൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി, നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതും പാട് ഇട്ട് കൊടുത്താൽ നമ്മളെ ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമന്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് 250 ഗ്രാമോളം ചെറുപയർ പരിപ്പ് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരേക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഇത് കഴുകിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ കപ്പിൽ തന്നെ 3 കപ്പോളം വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിലിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ശർക്കര, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കിയെടുക്കാം. അങ്ങനെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ പരിപ്പിലേക്ക് ആ ശർക്കരപ്പാനി പിടിച്ച് ഒന്ന് കുറച്ച് സമയം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 തേങ്ങൻ്റെ 2/2 പാല് 2 കപ്പ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്നും പാടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 പാൽ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തിടാം. പിന്നെ തിളപ്പിക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് ചുക്കുപൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഈ 2 ഐറ്റം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം.